രാത്രി അതുപോലെ തന്നെയാണ്. രാത്രിയും നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് കിടക്കുന്നതിന് 2 മണിക്കൂർ മുന്നേയൊക്കെ ഫുഡ് കഴിക്കുന്നത് നിർത്തുക. ആ സമയത്ത് കഴിക്കുമ്പോഴും അത്യാവശ്യത്തിന് എന്തെങ്കിലും ബ്രെഡ് ഐറ്റംസോ അല്ലെങ്കിൽ ചോറോ ഒക്കെ കഴിക്കുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കറികൾ കൂട്ടിയെടുക്കാൻ പറ്റും. ആ കറി കുറച്ച് ഹെവി ആയിട്ടുള്ള കറി എടുക്കാം. അതായത് എന്തെങ്കിലും പയറിൻ്റെ കറിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്രീൻ പീസ് അല്ലെങ്കിൽ സാമ്പാർ, അങ്ങനെ കുറുമ, അങ്ങനെ എന്താണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ചിക്കൻ, പ്രശ്നമില്ല. അങ്ങനെയുള്ള കറികൾ കുറച്ച് ഹെവി ആയിട്ട് എടുക്കുക. ആ കറിയും കൂടെ ഒരു ഫുഡായിട്ട് കൺസിഡർ ചെയ്യണം. അങ്ങനെ നമുക്ക് ഡയറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇത് ഡയറ്റിൻ്റെ കാര്യം. പിന്നെ എക്സസൈസ് എന്തെങ്കിലും വേണം. അതിപ്പം ഒരുപാട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് മണിക്കൂർ കണക്കിന് സമയം കളയണമെന്ന് ഞാൻ പറയുന്നില്ല. അരമണിക്കൂർ നടന്നാലും മതി. ജോയിൻസിനൊക്കെ ഒരു മൊബിലിറ്റി വേണം. കുറച്ച് എന്തെങ്കിലും വെയിറ്റ് ട്രെയിനിങ്ങും വേണം. ഈ 2 കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ചെറിയൊരു എക്സസൈസ് പ്ലാനും കൂടെ വയ്ക്കണം. പിന്നെ ശരീരം എപ്പോഴും റിപ്പയർ ചെയ്യപ്പെടുന്നത് ഉറങ്ങുന്ന ടൈമിലാണ്. ഒരു 7, 8, 9 മണിക്കൂറെങ്കിലുമൊക്കെ ഉറങ്ങാൻ പറ്റിയാൽ അതും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. ഇതിനെയൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്കുള്ള ഒരു മസ്കുലോ സ്കെൽറ്റൽ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ പറ്റും. കുറച്ചുകൂടെ ബോൺസിന്, ജോയിൻസിനൊക്കെ ഒരു ആരോഗ്യം ഉണ്ടാവും. അത് നിലനിർത്താനും പറ്റും. ഓക്കെ.